ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ആ കാട്ടുകളനും കൂട്ടിടുവാണ്. ഇവിടെ പോലീസിന്റെ ശക്തിയും കഴിവും നശിച്ചിട്ടില്ല. ഇതുവരെ ഇവിടെ വന്ന ഏമാന്മാരെല്ലാം അയാളുടെ വീട്ടിലാ ഉറക്കം. നട്ടലുള്ള ചെറുപ്പക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ്. ഈ വനം മുഴുവനും തേക്കും ചന്ദനമായിരുന്നു. അതെല്ലാം വെട്ടി വെളുപ്പിച്ച് വിറ്റ് പണമാക്കി. ആവശ്യമായ തെളിവ് തരാൻ ആള് വേണം. എന്ത് തെളിവ് തരാനും ഞങ്ങൾ തയ്യാറാണ് ഏമാനെ. ചില മന്ത്രിമാരുടെ തണലില് കുറെ ഉദ്യോഗസ്ഥന്മാരാണ് അയാളെ സഹായിക്കുന്നത്. പണം കൊടുത്താ വേഗം വാങ്ങാൻ കഴിയുന്ന ഇപ്പൊ മന്ത്രിമാരെയാണ്. രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഇനി മിണ്ടാണ്ടിരിക്കാൻ പറ്റൂലേ ഏമാനെ. നിങ്ങളുടെ അനുജത്തിയോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? ഉണ്ട് സർ. എന്റെ അനുജത്തിയെ കൊന്നത് ആ ശേഖരന്റെ മകൻ രഘുവാണ്. എന്റെ കൂടപ്പിറപ്പിനെ കൊന്നവരോട് ഞാൻ പകരം വീട്ടു. ഓൻ ആദ്യം എതിർത്തത് എന്റെ മോൻ കബീറാണ് ഏമാൻ. അയാൾ എവിടെ? ഓൻ അവര് ഒരു കള്ളക്കേസ് കുടുക്കി ജയിലിലാക്കി. ജയേട്ടൻ. ഹലോ ഹേമ. ഹേമ എവിടെ? ജയേട്ടൻ ഇവിടെ? കോൺട്രാക്ടർ മിസ്റ്റർ ശേഖറിന്റെ വീട് ഇതല്ലേ? എന്റെ ഫാദറാണ്. ഓ, എന്താ വിശേഷം? ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഒന്നു ഒരാഴ്ചയായി. ഞാനും വന്നിട്ട് ഒരാഴ്ചയായി. അപ്പൊ എന്തായാലും മനപ്പൊരുത്തമുണ്ട്. എന്നെ തേടി വന്നതായിരിക്കും ഞാൻ കരുതിയത്. തേടാതെ തന്നെ തമ്മിൽ കണ്ടല്ലോ. അതെന്റെ മനസ്സിന്റെ സത്യം. കോളേജ് വിട്ടു വന്നതിന് ശേഷം ഒന്ന് കാണാൻ തരപ്പെട്ടില്ല. ഇനി അടിക്കടി കാണാമല്ലോ. എന്റെ ഭാഗ്യം. ബൈ ദ ബൈ, ഡാഡിയെ പരിചയപ്പെടുത്തണോ? വേണ്ട. പരിചയമില്ലാത്തവരെ കണ്ടെത്തുന്നതല്ലേ എന്റെ ജോലി. ഡാഡി അകത്തുണ്ട്. ഞാൻ കണ്ടോളാം. ആരാ? ഓ, പുതിയ ആളായിരിക്കും. ആ ചോദ്യം മനസ്സിലായില്ല. പിന്നെ ഈ വരവിന്റെ ഉദ്ദേശം? ഇവിടെ ഈ ചന്ദനക്കാട് ഗ്രാമത്തിൽ ഇന്നലെ ഒരു തീവെപ്പും കൊലപാതകവും നടന്നു. അതന്വേഷിക്കാൻ ഇവിടെ വന്ന കാര്യം? ആ സംഭവവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന റിപ്പോർട്ട് കിട്ടി, അതുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവർ എങ്ങനെയായിരുന്നു എന്നതല്ല പ്രശ്നം. ആ തീവെപ്പ് കേസിന് പിന്നിൽ നിങ്ങളും നിങ്ങളുടെ മകനും ഉണ്ടെന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങളുടെ റിപ്പോർട്ട് കൊണ്ടുപോയി ചൂടണം മിസ്റ്റർ ശേഖർ. കൂടുതൽ സംസാരിക്കരുത്. ഇതെന്റെ വീടാണ്. ഇറങ്ങിപ്പോകണം മിസ്റ്റർ. ഈ തൊപ്പിയും കുപ്പായും അണിഞ്ഞിരിക്കുന്നത് വെറും അലങ്കാരത്തിനാണെന്ന് ധരിക്കരുത്. ഇതിനേക്കാൾ വലിയ തൊപ്പിയും കുപ്പായം ധരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം നട്ടലില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്.
എടോ കൊച്ചനെ, ഒരു സബ് ഇൻസ്പെക്ടർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. മിസ്റ്റർ ശേഖർ, നട്ടലിലും തന്റെ ഇടവുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. സലാം വാർഡന്. 177. 177. നിന്നെ വാർഡൻ റിപ്പബ്ലിക് ദിനത്തിൽ ഈ നമ്പർ വീണിരിക്കുന്നു. നിങ്ങളെ വിട്ടിരിക്കുന്നു. കള്ളം, പച്ച കള്ളം. എടാ, മുഖത്ത് നോക്കിയിട്ട് കള്ളം പറഞ്ഞു കേട്ടില്ലേ? എടാ, ഈ വാർഡനെ കണ്ടോലേ ഒരു കള്ളന്റെ ലക്ഷണമില്ലേ? ചുമ്മാ നമ്മുടെ വാർഡല്ലേ. അതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. കബീറെ, നിന്നെ കർത്താവ് രക്ഷിച്ചു. പാടല്ലേ, ഒരു വർഷത്തിൽ എത്ര റിപ്പബ്ലിക് ദിനമുണ്ട്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. 6 അല്ലേ? 12 എടാ, ഈ ഗ്രഹങ്ങളെ മാറ്റനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചുമ്മാ അത് ചന്ദ്രഗ്രഹണല്ലേ? കബീറെങ്കിലും പോയി രക്ഷപ്പെടും. പോയച്ചു ഉടനെ വാ, ഞങ്ങള് കാത്തിരിക്കും കേട്ടാ. വാടല്ലേ അല്ലേ? ഹായ്. ജേട്ടനെങ്ങോട്ടാ? ഞാനൊരു കൊലപ്പുള്ളിയെ തേടി ഇറങ്ങിയത്. കൊലപ്പുള്ളിയെ പിടിക്കാൻ യൂണിഫോം വേണ്ടേ? ചില പുള്ളികളെ പിടിക്കാൻ ഈ വേഷവും മതി. ഞാനൊരു പുള്ളിയെ തേടി ഇറങ്ങിയതാ. ഹേമയ്ക്കെന്നാ ഈ പോലീസ് ഉദ്യോഗം കിട്ടിയത്? കള്ളനെ പിടിക്കാൻ പോലീസ് ഉദ്യോഗം വേണമെന്നുണ്ടോ? ഈ നോട്ടവും ചിരിയും കണ്ടപ്പോഴല്ലേ എന്നെ കൊണ്ടൊന്നും വയ്യ. ഉള്ളിലിപ്പ് എന്താണെന്ന് മനസ്സിലായത്? അന്ന് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ ഞാൻ ആകെ കോരിത്തരിച്ചു പോയി. പക്ഷേ ഹേമയുടെ അച്ഛൻ ആകെ വിയർത്ത് കാണും. ഏയ്, അങ്ങനെയൊന്നുമില്ല. അവിടെ എപ്പോഴും പല പോലീസ് ഓഫീസർമാരും വരാറുണ്ടല്ലോ. അതല്ല, സന്ദർശകരായ പോലീസ് ഓഫീസർ മകളുടെ കാമുകൻ കൂടിയാണെന്ന് അറിയുമ്പോൾ ഒരു ഉയർന്ന പോലീസ് ഓഫീസറെ കൂടെ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഡാഡി കൂടെ പറയും. ഡാഡിക്ക് പോലീസ് ഓഫീസർമാരോട് ഒരു പ്രത്യേക മമതയാ. അതൊക്കെ ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പാർട്ടി ഗംഭീരമായിരുന്നിരിക്കുമല്ലോ. അതിഗംഭീരം. അതാണ് എന്റെ ഡാഡി. ഇനി ഇതിവിടെ നടക്കില്ല. ഞങ്ങൾ ലേലത്തിൽ പിടിച്ച മരം വെട്ടുകയെന്ന് പറയാൻ നിങ്ങളാ? സർക്കാരിനെ സ്വാധീനിച്ചു പിടുത്ത മരങ്ങളെല്ലാം വെട്ടാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. വെട്ടണോ? ഇനി വെട്ടിയാൽ നിന്റെ തല കാണില്ല.